കേരള കേരള. അപ്പോൾ നമ്മള് കുന്താപുര കൊല്ലൂര് മൂകാംബിക പോണ റൂട്ടിലാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ആസാമിൽ നിന്ന് നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി. ആസാമിൽ നിന്ന് സൈക്കിളിൽ ഓൾ ഇന്ത്യ പോയോണ്ടിരിക്കണേ. ഇപ്പോൾ ഇവിടെ കർണാടക എത്തി. നെക്സ്റ്റ് കന്യാകുമാരിക്കാണ് വരുന്നത്. നമ്മൾ കേരളത്തിലൂടെ വന്നുകൊണ്ടിരിക്കണേ. നാം സോജാൽ ആണ് പേര്. എന്തെങ്കിലും പറയുന്നുണ്ട് വാക്ക്? ഹിന്ദി പറഞ്ഞോ? हिंदी हाँ हिंदी में मेरा नाम है सजल. मैं आसाम से ऑल इंडिया बाइसाइकिल ट्रैवल कर रहा हूँ. 12 ज्योतिर्लिंग 4 धाम का यात्रा कर रहा हूँ. अभी मेरा 10 स्टेट कंप्लीट हो गया है. अभी 11 स्टेट होने वाला है केरला. अभी मैं केरला के लिए जा रहा हूँ. फिर वहाँ से रामेश्वरम होते हुए मुझे रिटर्न जाना है. ആളിപ്പോൾ നേരെ കന്യാകുമാരി, അവിടുന്ന് മധുര വഴി രാമേശ്വരം, രാമേശ്വരത്ത് നിന്ന് ചെന്നൈ, ആന്ധ്ര, തെലങ്കാന, ഒഡീഷ അങ്ങനെ തിരിച്ചാൾ പോവുള്ളൂ. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. നല്ല രീതിയിൽ പോട്ടെ. അപ്പോൾ നമ്മൾ കേരളത്തിലെത്തുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ആൾ കേരളത്തിലെത്തും. അപ്പോൾ കേട്ടില്ലേ, അപ്പോൾ ഞാൻ കുന്താപുരം കഴിഞ്ഞ് ഇങ്ങനെ പോയോണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പഞ്ചഗംഗാവാലി നദിയുടെ സെൻറ്ററിലാണ് കേട്ടോ. വേണ്ട സെൻറ്ററിലാണ് നിൽക്കണേ. അപ്പോൾ നമ്മൾ ബാക്കിൽ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. എന്തൊരു രസമാണെന്ന് പറയും കാണാനായിട്ട്. ഓ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് തൃശ്ശൂരിൽ നിന്ന് കാണാൻ പറ്റുമോ? വലിയ പുഴ കേട്ടോ. സംഭവം നമ്മളെ നാട്ടിലുണ്ട്, പക്ഷെ ഇതില്ലല്ലോ. പഞ്ചഗംഗാവാലി ഈ പേര് കേട്ടോ. ബെല്ലനാണ് ചേരാം. ബെല്ല് കുറെ നേരം ആസ്വദിക്കണോ. ഇതെന്താ സംഭവം എന്ന് ബെല്ലയ്ക്ക് മനസ്സിലായില്ല. ഒരു സൂര്യൻ പോലെ വെളിച്ചം അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. വലിയ പുഴയുണ്ട്. നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് ആൾക്ക് മനസ്സിലാവണില്ല. ആളപ്പോൾ ചെറിയ വെയിൽ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഹായ്. അപ്പോൾ ബെല്ലയ്ക്ക് ബെല്ലേ ആൾക്ക് ഉറക്കത്തിൻ്റെ വിഷമമുണ്ട്. നമ്മൾ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ യൂട്യൂബിൽ ഒരു ചേട്ടൻ ചേച്ചി വന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കട്ടെന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു എടുത്തോ വാരിക്കോരി എടുത്തോളാം പറഞ്ഞ്. അപ്പോൾ അവർ വീഡിയോ ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. ടാഗ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഔട്ടാണ്. അപ്പോൾ നമ്മളിവിടുന്ന് യാത്ര തുടങ്ങാണ്. അപ്പോൾ നേരെ കൊല്ലൂര് ബൈക്ക് വിശേഷങ്ങളൊക്കെ. ഈ പാലത്തിൻ്റെ മുകളിൽ കാറ്റുള്ളതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആവാൻ തോന്നുന്നില്ല. എന്തായാലും അടുത്തതിന് ഞാൻ കറക്റ്റ് വിശദീകരിച്ച് പറയാട്ടോ. നമ്മൾ യാത്ര ചെറിയ ടെസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. രാവിലത്തെ പോലെ ഉച്ച കഴിഞ്ഞപ്പോൾ ടെസ്റ്റോട് ടെസ്റ്റ്